ശക്തമായ നിലപാടുകളുമായി മന്ത്രിയപ്പൂപ്പൻ കളന്നിറഞ്ഞൊരു കൊല്ലമാണ് കടന്നുപോയത്. പരിഹസിച്ചവരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മന്ത്രി എടുത്തത് ശക്തമായ നിലപാടാണ്. സമസ്തയുടെ ആവശ്യത്തെ മന്ത്രി നിഷ്കരുണം തള്ളി. എന്നാൽ വിവാദം കടുത്തപ്പോൾ ചർച്ച നടത്തി സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കഴിഞ്ഞു. ഇതിനിടയിലാണ് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ കാവിക്കൊടിയുമായുള്ള ഭാരതാംബയുടെ ചിത്രം വേദിയിൽ സ്ഥാപിച്ച വിഷയം വരുന്നത്. തന്റെ നിലപാട് വിളിച്ച് പറഞ്ഞ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. മഴക്കാലത്ത് അധ്യയനം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിക്കൂടെ എന്ന ആശയവും മന്ത്രി മുന്നോട്ട് വെച്ചു. മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മന്ത്രി നിറഞ്ഞു നിന്നു. PM ശ്രീ വിവാദങ്ങളാണ് ഇക്കൊല്ലം ശിവൻകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വിമർശനം. എന്നിരുന്നാലും ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരന് ഏതു വകുപ്പും വഴങ്ങുമെന്ന് വിമർശകർക്ക് മുന്നിൽ തെളിയിച്ച് മുന്നോട്ടു പോവുകയാണ് മന്ത്രി വി ശിവൻകുട്ടി.